പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ DM തോമസ് ഐസക് ജനകീയ സംവാദം നടത്തിയാണ് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. ഇന്ന് പൂഞ്ഞാർ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഐസക്കിൻ്റെ പ്രചരണം. സുജു ടി ബാബു ചേരുകയാണ്. എന്താണ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വിശേഷങ്ങൾ? സുജു. ഷമി, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ജനകീയ സംവാദം തന്നെയാണ് ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ളത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് അധികം ആർക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു ജനകീയ സംവാദങ്ങൾ നടത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപക്ഷെ ഇടത് സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളായിരിക്കാം. തോമസ് ഐസക് മുഖാമുഖം എന്ന ഒരു പേരിലാണ് ഇത് നടത്തുന്നത്. സ്ഥലത്തെത്തുന്നു, വോട്ടർമാർക്ക് ഏത് ചോദ്യവും, അത് സാമ്പത്തിക ശാസ്ത്രമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന, അങ്ങനെ പത്തനംതിട്ട ജില്ലയെ മാത്രമല്ല അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തെപ്പറ്റിയും ചോദ്യങ്ങൾ ചോദിക്കാം. ഈ തോമസ് ഐസക് അതിന് കൃത്യമായ ഉത്തരം നൽകുകയും ചെയ്യും. ഒരുപക്ഷെ ഏറ്റവും അധികം ചോദ്യങ്ങൾ ഉയരുന്ന മലയോര ജനതയുടെ വന്യജീവി ആക്രമണം, അതുപോലെ പെൻഷൻ വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ചോദ്യങ്ങളായി ഉയരുകയും അതിനെല്ലാം തന്നെ കൃത്യമായി മറുപടി നൽകിയാണ് തോമസ് ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ 26ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഈ വേളയിൽ ഐസക് മത്സരിക്കുമ്പോൾ ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകരെ സംബന്ധിച്ചോളം അവർക്കും വലിയ ഒരു താല്പര്യമാണ് അതിൻ്റെ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഐസക്കിൻ്റെ മത്സരം. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുകയാണ്. ആന്റോ ആന്റണിയും അതുപോലെ അനിൽ ആന്റണിയും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കുവാൻ ഒരുങ്ങുകയാണ്. ഈ 15-ന് പ്രധാനമന്ത്രി പത്തനംതിട്ടയിലേക്ക് എത്തുക. പ്രധാനമന്ത്രി പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ BJP നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം മതന്യൂനപക്ഷങ്ങളെ പ്രീണപ്പെടുത്താൻ നടത്തുന്ന സമീപനങ്ങൾ BJP സ്വീകരിക്കുമ്പോഴാണ് മണിപ്പൂരിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി പോയില്ല എന്നൊരു ചോദ്യം പ്രധാനമായി ഉയർന്നു വരുന്നത്. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ വിമർശനമാണ് NDA അല്ലെങ്കിൽ BJP നേരിടുന്ന. മറുഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകിയിരുന്നു. ഇടയ്ക്ക് ചില ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും വ്യക്തിഗതകളെയും വ്യക്തികൾ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെയും അതുപോലെ തന്നെ ഔദ്യോഗിക പരിപാടികളുടെ തിരക്കിലാണ് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കും ചില പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ BJPക്കാർ എന്ന ഒരു സൈബറിടത്തെ പൊതുവിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപമുണ്ട്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥിയാണ് തന്നെയാണ് അനിൽ ആന്റണി. ഇതിനെ മറികടക്കാൻ AK ആന്റണി ഉൾപ്പെടെയുള്ളവരെ പ്രചരണത്തിനിറക്കാൻ ഉള്ള ആലോചനയിലുമാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകർ. നന്ദി സുജു.